വീടിനടുത്തുള്ള ഹൈവേ NH-66 പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ പണി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കണ്ട കാഴ്ചയാണിത്. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒട്ടുമിക്കവാറും വർക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ റോഡിൻ്റെ പണി പാലം വരുന്നുണ്ട്, കൊടുങ്ങല്ലൂർ കടന്നു പോകുന്നത് പാലം വഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് കോതപറമ്പിന് മുന്നേ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി അവസാനിക്കുന്ന കോട്ടപ്പുറം വരെയുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്നത് നമ്മുടെ ഈ ബീമിലൊക്കെ സൈഡിൽ വെക്കുന്ന ഇരുമ്പിൻ്റെ പലക അവർ അടുക്കുന്നതാണ്. അത് ഈ അടുക്കുന്നതൊക്കെ ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ്. നല്ല വെയിറ്റുള്ള സാധനമായിരിക്കണം, അതുകൊണ്ടായിരിക്കും ഈ ക്രെയിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വാസുദേവവിലാസം വളവ് നട്ടൊരു സ്റ്റോപ്പിലോട്ടാണ്, ഒരു ബസ് സ്റ്റോപ്പിലോട്ടാണ്. അപ്പോൾ ഈ റോഡാണ് വരുന്നത്. അതായത് ഒരു വളവുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂരുള്ളവർക്കറിയാം ഈ വളവ് ഇനി ഉണ്ടാവില്ല, നേരെയാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ എത്തുന്നത് ആല അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി നേരെ വരും. എന്നിട്ട് ഈ വളവിലോട്ട് കയറണം. ഇതാണ് വാസുദേവവിലാസം സ്കൂൾ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും നേരെ റോഡ് പോയിട്ട് ഇനി കയറുന്നത് പാലത്തിലോട്ടാണ്. അപ്പോൾ ഈ പാലത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ഇല്ല. കൊടുങ്ങല്ലൂർ എത്തേണ്ടവർ കോതപറമ്പിന് മുമ്പായിട്ട് സർവീസ് റോഡ് കയറിയാൽ മാത്രമാണ് കൊടുങ്ങല്ലൂർക്കൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ കോതപറമ്പ് സെൻറ്ററിലെ പാലം നിർമ്മാണമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പാലത്തുമ്മക്കാണ് വന്ന് കയറുന്നത്. ഇതിൻ്റെ അടിയിലൂടെ അണ്ടർ പാസേജ് ഉണ്ട്. അത് വളരെ ചുരുക്കമായിട്ടാണ് അണ്ടർ പാസേജും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കോതപറമ്പ് സെൻറ്ററിലെ പള്ളിയാണിത്. അപ്പോൾ പള്ളിയുടെ കുറേയേറെ സ്ഥലങ്ങളൊക്കെ ഹൈവേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് നേരെ പോകും. ഇതാണ് പില്ലറുകൾ വരുന്നത്. ഇത്രയും പില്ലറുമ്പലാണ് നിൽക്കുന്നത്. ഇനി പില്ലറിൻ്റെ പണി കഴിയാനുണ്ട്. ഈ ഭാഗത്തൊന്നും പണി കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ പണി തീരുന്ന മുറയ്ക്ക് അവരത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയുണ്ട്, SBI ബാങ്ക്, മദാമപ്പള്ളി എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ആ പള്ളി, മുരളി വർക്ക്ഷോപ്പ്, ഈ ഏരിയയിലോട്ടാണ് പോകുന്നത്. കൊടുങ്ങല്ലൂർ എത്തുന്നതിന് തൊട്ട് മുമ്പ്, ചന്തപ്പുരം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ കലിങ്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം റോഡ് പണി തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അതൊക്കെ മൂടി അതിൻ്റെ മേലെ കൂടിയാണ് റോഡ് പോയിരുന്നത്. അപ്പോൾ ഇതാണ് അവിടെ വരുന്ന പില്ലറുകൾ. അപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ പില്ലറുകളും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ തന്നെ തോന്നുന്നത് ഇതിൻ്റെ അടിയിൽ അണ്ടർ പാസ് ഉണ്ടാവണം. അപ്പോൾ അണ്ടർ പാസ്സേ ഉള്ളൂ, നമുക്ക് ഹൈവേയിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇത് കലുങ്കാണ്. അപ്പോൾ കലുങ്ക് കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അണ്ടർ പാസേജ് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ സിറ്റി ചന്തപ്പുരയാണ്. അപ്പോൾ അവിടെ അണ്ടർ പാസേജ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്നത് അജുഫാൻ, പണ്ടത്തെ മഹീന്ദ്ര ഷോറൂം ഉണ്ടായ സ്ഥലമൊക്കെയാണ് നേരെ കാണുന്നത്. ഇവിടെയും പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പില്ലറുകൾ കുറച്ച് അകലത്തിൽ തന്നെ പില്ലറുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള ബീം വാർക്കിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഹൈവേയുടെ സ്ഥലങ്ങളിൽ തന്നെ ബീമൊക്കെ അവർ വാർത്തിട്ടിട്ടുണ്ട്. അതൊക്കെ പോകുമ്പോഴേ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഏരിയ ഒക്കെ കുറച്ച് നാൾ മുമ്പ് കണ്ടവർ ഇപ്പോൾ വന്ന് കണ്ടതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ പള്ളിയുടെ പെയിൻറ്റ് പോലും മാറിയിട്ടുണ്ട്. ആദ്യം നീലയായിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് വെള്ളയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പില്ലറുമെന്ന് ഈ റോഡ് നേരെ പോവുകയാണ്. ഈ റോഡ് നേരെ ചെന്ന് ഇറങ്ങുന്ന കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിലാണ് നിൽക്കുന്നത്. നെടിയതള്ളി അമ്പലം കഴിഞ്ഞിട്ടുള്ള റിലാക്സ് ഹോട്ടലിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും പില്ലർ തന്നെയാണ്. ഇവിടെയും അണ്ടർ പാസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്. പിന്നെ അപ്പോൾ അണ്ടർ പാസേജ് ഹൈവേ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ചുരുക്ക സ്ഥലങ്ങളിലോട്ട് മാത്രമാണ് അണ്ടർ പാസേജ് ഇവർ അനുവദിച്ചിട്ടുള്ളത്. ഇത് ടൗൺ ഹാളാണ് കേട്ടോ, മുനിസിപ്പൽ ടൗൺ ഹാളാണ്. അപ്പോൾ ഇതൊക്കെ കണക്കൊക്കെ അറിഞ്ഞു വരുന്നതുള്ളൂ എവിടെയൊക്കെ ഉണ്ടെന്ന്. ഇത് ചന്തപ്പുര പമ്പാണ്, HP പമ്പാണ്. അപ്പോൾ അവിടെയും നമുക്ക് കാണാം പില്ലറും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗം ബാക്കിയുള്ളത് അടച്ചു കളയാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം സർക്കിൾ ഓഫീസിൻ്റെ, അതായത് ഇപ്പോഴത്തെ DYSP ഓഫീസ് സിഗ്നലിൽ അവിടെ ഒരു ധർണയൊക്കെ നടപ്പുണ്ട്, അണ്ടർ പാസ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ അത് അനുവദിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയാണ്, ചന്തപ്പുര സെൻറ്ററാണ്. അപ്പോൾ ഇത് നമ്മുടെ MAT ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്ന വഴിയുടെ കിഴക്കേ സർവീസ് റോഡിൽ നിന്നിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ കാണുന്നത് സിറ്റി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ കാണുന്നത് ദളവാക്കുളം. പിന്നെ ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് നേരെ കാണുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും പില്ലറുകൾ താഴ്ത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പില്ലർ ഈ പാലത്തുമ്പോൾ കയറുന്ന വണ്ടികൾ ഇവിടെ എത്തുമ്പോൾ താഴ്ന്നു വരും. പക്ഷേ അതിൻ്റെ സൈഡിൽ സ്ഥാപിക്കാനുള്ള ബാരിക്കേഡും കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്.
അപ്പോൾ സിഗ്നൽ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്, സത്യാവസ്ഥ എന്താണെന്നറിയില്ല. ഇതേപോലെ ബാരിക്കേഡുകൾ ഫുള്ള് ഹൈവേയിൽ വരും. ഹൈവേയിലോട്ട് നമുക്ക് കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇത് DYSP ഓഫീസ് സിഗ്നലാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞൊരു ധർണയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. ഇനി ഈ ഭാഗം വരുന്നത് നമ്മുടെ പടാകുളം സിഗ്നലാണ്. ഇവിടെ വളരെ താഴ്ത്തിയിട്ടാണ് പാലം വന്നിരിക്കുന്നത്. ഇത് സർക്കിൾ ഓഫീസിനോടെ വന്ന് ഇറങ്ങുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ സർക്കിൾ ഓഫീസ്, ഇപ്പോഴത്തെ DYSP ഓഫീസ്. അവിടുന്ന് വീണ്ടും ഈ പാലത്തുമ്മക്ക് റോഡ് NH 66 കയറുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഹൈറ്റ് വെച്ചിട്ട് തോന്നുന്നത് വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ, വലിയ കണ്ടെയ്നർ ലോറികൾ, ഇവർക്കൊന്നും പാസേജ് എന്തായാലും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം വളരെ താഴ്ചയിലാണ്. ഇനി പണി കഴിയുമ്പോഴോ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രെയിനല്ല, ട്രെയിലർ ലോറിയിലാണ് ഈ ബീമുകൾ കൊണ്ടുവന്ന് ഈ പാലത്തിൻ്റെ തൊട്ടടിയിൽ നിർത്തിയിട്ട് വലിയ ആ കാണുന്ന 2 ക്രെയിൻ കണ്ടോ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ആ 2 ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവർ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. ഇതാണ് ആ ക്രെയിൻ വരുന്നത്. ഇതേപോലത്തെ 2 ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ആ ബീം ലോറിയിൽ കയറ്റുന്നതും തുടർന്ന് ഇവിടെ വന്നിട്ട് ഈ പാലത്തിൻ്റെ മേലെ പിടിപ്പിക്കുന്നു. ആ വർക്കൊക്കെ രാത്രിയാണ് കേട്ടോ നടക്കുന്നത്. അത് കയറ് പൊട്ടുക അങ്ങനത്തെ ഒക്കെ എന്തോ ഇഷ്യൂ കണക്കാക്കിയിട്ടാണ് രാത്രി അത് ചെയ്യുന്നത്. സേഫ്റ്റി ഇഷ്യൂ എന്നാണ് ഹിന്ദിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് രാത്രിയാണ്. ഇപ്പോൾ കണ്ടില്ല ഈ ബീമെല്ലാം അങ്ങനെ അവർ കയറ്റി വെച്ചത്. ഈ സിഗ്നൽ വരുന്നത് ചേരമാൻ ജുമാ മസ്ജിദിനോട്ടുള്ള സിഗ്നലാണ്, ഗൗരിശങ്കർ സിഗ്നൽ എന്നൊക്കെ പറയും. അപ്പോൾ ഈ സിഗ്നലിലും അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പടാകുളം സിഗ്നലിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ അണ്ടർപാസ്സാണ്. അതുമാത്രമല്ല നല്ല നീളമുണ്ട് ഈ അണ്ടർപാസിന്. അപ്പോൾ ഇതൊക്കെ പണി കഴിയുമ്പോൾ യഥാർത്ഥ രൂപം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് നേരെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അവർ സൈഡിൽ ക്രോസിങ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇപ്പോഴും വാർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബീമുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന, ഇൻ്റർലിങ്ക് ചെയ്യുന്ന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് TKS പുരം അമ്പലത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ അവിടേക്കുള്ള പാസേജ് അവർ ക്ലിയർ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ അണ്ടർപാസും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പേരിൽ തന്നെ നേരെ പണിയാനുള്ള മട്ടിലാണ് റോഡ് ഇട്ടിരിക്കുന്നത്. പക്ഷേ മഴയൊക്കെ കാരണം പണി കുറച്ച് സ്ലോവിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടേക്കാണ്. ഇവിടെയാണ് എല്ലാം വന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ ആ റോഡൊക്കെ വന്ന് NH 66 നേരെ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് നമ്മുടെ കോട്ടപ്പുറം പാലത്തിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കോട്ടപ്പുറം പാലത്തിന് സമാന്തരമായിട്ട് തന്നെ വേറൊരു പാലം കൊണ്ട് അവർ പണി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പണി കഴിയുമ്പോൾ യഥാർത്ഥ രൂപം എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ കൊടുങ്ങല്ലൂർ NH 66 ജോലിയുടെ പുരോഗതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇത്രയൊരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.